പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം. നമ്മൾ ഇപ്പോൾ പോസിറ്റീവ് സംഖ്യകളെക്കുറിച്ചും നെഗറ്റീവ് സംഖ്യയെക്കുറിച്ചാണ് പഠിച്ചു വരുന്നത്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോസിറ്റീവ് സംഖ്യ എന്താണ്, നെഗറ്റീവ് സംഖ്യ എന്താണ്ട് ഒരു ചെറിയ ഐഡിയ കിട്ടി. അവിടെ സങ്കലനം ചെയ്യുന്ന എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടി കൂടുതലായിട്ട് പഠിക്കാം. നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇപ്പോൾ പോസിറ്റീവ് 5ൻ്റെ കൂടെ നെഗറ്റീവ് 5നെ 2നെ കൂട്ടുന്നതാണ്. ഇനിയിപ്പോൾ നോക്കുക, നെഗറ്റീവ് 5ൻ്റെ കൂടെ പോസിറ്റീവ് 5 കൂട്ടിയാൽ എന്തായിരിക്കും? നെഗറ്റീവ് 5ൻ്റെ കൂടെ നെഗറ്റീവ് പോസിറ്റീവ് 2 കൂട്ടുകയാണെങ്കിൽ മനസ്സിലായോ? നെഗറ്റീവ് 5ൻ്റെ കൂടെ എന്ത് ചെയ്യുക? അപ്പോൾ നെഗറ്റീവ് 5ൻ്റെ കൂടെ പോസിറ്റീവ് 2 കൂട്ടാൻ വിചാരിക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, നിങ്ങൾ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ ആ ടേബിളിലേക്ക് നോക്കുകയാണെങ്കിൽ 5 കുതിരകൾ അവിടെ കാണാമില്ലേ? എവിടെ 5 കുതിരകൾ കാണുന്നത്? ലെഫ്റ്റ് സൈഡിൽ, അത് ഇടത്തെ ഭാഗത്ത്. അപ്പോൾ നെഗറ്റീവ് 5 കുതിരകളെ കാണാം. റൈറ്റ് സൈഡിൽ പോസിറ്റീവ് 2 കുതിരകൾ കാണാം. അപ്പോൾ ഇവ തമ്മിൽ വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്, എടുക്കുകയല്ല, അയച്ചു കൊണ്ടുപോലെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് പറയാം, നെഗറ്റീവ് 5 കുതിരകളുടെ കൂടെ നെഗറ്റീവ് 5 കുതിരകളുടെ കൂടെ പോസിറ്റീവ് 2 കുതിരകൾ എന്താ ചെയ്യേണ്ടത്? കൂട്ടുക അല്ലേ? കെട്ടുമ്പോൾ കൂട്ടുകയാണ് അല്ലേ? ഇവിടെ വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ള കുതിരകൾ അല്ലേ? കൂട്ടുകയാണ് ചെയ്യുന്നത്. ആ കൂട്ടുമ്പോൾ എന്തായിരിക്കും ഫലം നോക്കുക. കാരണം നമുക്കറിയാം, ഈ പോസിറ്റീവ് 2 കുതിരകളുടെ കൂടെ ഇടതു ഭാഗത്തുള്ള 2 നെഗറ്റീവ് കുതിരകളുടെ ബലങ്ങൾ തമ്മിൽ വലിക്കുകയാണെങ്കിൽ ക്യാൻസലായി പോകും അല്ലേ? അങ്ങനെ വരുമ്പോൾ നമുക്ക് എത്ര കുതിര ശക്തിയാണ് നമുക്ക് ഇതിൻ്റെ ഫലമായി കിട്ടുക? അതായത് കാട്ടിൽ അനുഭവപ്പെടുന്ന ബലത്തിലായിരിക്കും 3 കുതിരകളുടെ ഫോഴ്സ് കിട്ടുള്ളൂ അല്ലേ? അത് ഇടതു ഭാഗത്തായിരിക്കും നെഗറ്റീവ് 3 ആയിരിക്കും ഉത്തരം എന്ന് മനസ്സിലായി ഇല്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് വരിക? ഇവിടെയും നമ്മൾ കണ്ടു, വലുത് സംഖ്യ ഏതാ? 5, അതിൻ്റെ ചിഹ്നം ഏതാ? നെഗറ്റീവ്. ചെറിയ സംഖ്യ 2, അതിൻ്റെ ചിഹ്നം പോസിറ്റീവ്. അപ്പോൾ വ്യത്യാസം കാണുമ്പോൾ 3 കിട്ടും. വലിയ സംഖ്യയുടെ ചിഹ്നം നെഗറ്റീവ്, അത് കിട്ടും. മനസ്സിലായോ? ഇതേ നിയമം തന്നെ. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതേപോലെ കുറേ കണക്കുകൾ നിങ്ങൾ ചെയ്തിട്ട് അത് ഉറപ്പിക്കണം. ഞാൻ സമയം ഉണ്ടെങ്കിൽ ഞാനത് നെറ്റിൽ അഭ്യാസമായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഏതിൻ്റെ നിയമം പഠിച്ചത്? സങ്കലനത്തിൻ്റെ നിയമമാണ് പഠിച്ചത്. സങ്കലനം അല്ലേ? നമ്മൾ നിയമം പഠിച്ചു. ഇതേപോലെ നമുക്ക് സങ്കലനത്തിൻ്റെ നിയമമാണ് ഇപ്പോൾ നമ്മളിവിടെ പഠിച്ചത്. 1 സങ്കലന നിയമം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതാണ് നിയമം. ഇത് നമുക്ക് കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ ഇതിൽ? ഇല്ലല്ലോ. ഇനി നോക്കുക, ഇതിപ്പോൾ നോക്കുക, ഇപ്പോൾ ഇടത്തെ ഭാഗത്ത് 5 കുതിരയുണ്ട് അല്ലേ? എത്ര കുതിരയുണ്ട്? അപ്പോൾ 5. ഇനി ഞാൻ ഇപ്പം എത്രയുണ്ട്? 5 കുതിരയുണ്ട്. ഇടത്തെ ഭാഗത്ത് 2 കുതിരേനെ കൊണ്ട് കെട്ടുകയാണ് ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? ഇടത്തെ ഭാഗത്ത് 5 കുതിര നിൽക്കുമ്പോൾ ഞാൻ ഇടത്തെ ഭാഗത്ത് 2 കുതിരേനെ കൂടി കൊണ്ട് കെട്ടുകയാണ് അല്ലേ? അത് ഞാൻ വെക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കൂടുകയാണ് ചെയ്യുക അല്ലേ? അപ്പോൾ നെഗറ്റീവ് 5ൻ്റെ കൂടെ നെഗറ്റീവ് 2 കൂട്ടുകയാണെങ്കിലോ? ഇടത്തെ ഭാഗത്ത് അല്ലേ? നെഗറ്റീവ് 5ൻ്റെ കൂടെ നെഗറ്റീവ് 2. ഇടത് ഭാഗത്ത് 5 കുതിരയുണ്ട്. ഇടത്തെ ഭാഗത്ത് വീണ്ടും 2 കുതിരകൾ കെട്ടി. അപ്പോൾ കൂട്ടണം, കെട്ടുക ചെയ്തത്. അപ്പോൾ നെഗറ്റീവ് കൂട്ടുമ്പോൾ എത്ര വരിക? ഏത് ഭാഗത്തെ ബലം വരിക? ഈ കാട്ടിൽ ഇപ്പം എത്ര ഈ ബലം പ്രയോഗിക്കപ്പെടും ഈ കുതിരകൾ? 7 അല്ലേ? സംശയമില്ല. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? ഒരേ ചിഹ്നമാണെങ്കിൽ നമ്മൾ സാധാരണ പോലെ കൂട്ടി അല്ലേ? 5 2 കൂട്ടി നെഗറ്റീവ് ഇടുക അല്ലേ? അപ്പോൾ നെഗറ്റീവ് സംഖ്യയും കൂട്ടുകയാണെങ്കിൽ രണ്ടാമത്തെ നിയമം നെഗറ്റീവ് സംഖ്യയും കൂട്ടുമ്പോൾ നെഗറ്റീവ് കൂട്ടുമ്പോൾ എന്താ ചെയ്യേണ്ടത്? സാധാരണ പോലെ കൂട്ടുക അല്ലേ? അപ്പോൾ കൂട്ടുമ്പോൾ സാധാരണ പോലെ കൂട്ടുക. സാധാരണ പോലെ കൂട്ടുക.
ഇനി എന്ത് ചെയ്യുക? എന്നിട്ട് എന്ത് ചെയ്യണം? നെഗറ്റീവ് ചിഹ്നം ഇടുക. മനസ്സിലായല്ലോ? ഇതാണ് അടുത്ത നിയമം. രണ്ടാമത് പറയാം, നെഗറ്റീവ് സംഖ്യയും കൂട്ടുമ്പോൾ എന്ത് ചെയ്യണം? നെഗറ്റീവ് അല്ലേ, സാധാരണ പോലെ കൂട്ടി സംഖ്യയും സാധാരണ പോലെ കൂട്ടുക. 5ഉം 2ഉം കൂട്ടുമ്പോൾ 7, നെഗറ്റീവ് സംഖ്യ ഇടുക. മനസ്സിലായല്ലോ? അപ്പോൾ ഒരേ ചിഹ്നമാണെങ്കിൽ സാധാരണ പോലെ കൂട്ടി പിന്നെ നെഗറ്റീവ് ആകുമ്പോൾ നെഗറ്റീവ്. ഇനി നോക്കുക, നമ്മൾ നോക്കുക, ഇവിടെ എത്ര കുതിരേനെ കാണുന്നു? 2 കുതിരേനെ. ഏത് ഭാഗത്ത് കാണും? നിങ്ങളുടെ റൈറ്റ് സൈഡിൽ പോസിറ്റീവ് 2 കുതിര നിൽക്കുന്ന സമയത്ത് എത്ര കുതിരയാണ് നിൽക്കുന്നത്? പോസിറ്റീവ് 2 കുതിരകൾ നിൽക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ കൂടെ പോസിറ്റീവ് 2 കുതിരയെ നിങ്ങൾക്ക് അവിടെ കാണാം. അതിൻ്റെ കൂടെ ഞാൻ കൂട്ടാനാണ് പോകുന്നത്, കൊണ്ട് കെട്ടാനാണ് പോകുന്നത്. മനസ്സിലായി? എന്താ ചെയ്യുന്നത്? ഞാൻ കെട്ടാനാണ് പോകുന്നത്. ഞാൻ കെട്ടാൻ പോകുന്നത് 3 ഞാൻ ഇതിൻ്റെ കൂടെ 3 കുതിരേനെ കെട്ടാൻ പോയി. അപ്പോൾ 2 കുതിര ഉണ്ടായിരുന്നു അല്ലേ? അതിൻ്റെ കൂടെ കെട്ടിന്ന് പറഞ്ഞ് കൂട്ടുക അല്ലേ? കൂടുകയല്ലേ ചെയ്യുന്നത്? കൂട്ടണം. എത്ര കുതിര? പോസിറ്റീവ് 3 കുതിരേനെ കൂട്ടണം അല്ലേ? ഇപ്പോൾ ഉത്തരം എത്രയാണ് വരിക? അപ്പോൾ സാധാരണ പോലെ കൂട്ടി പോസിറ്റീവ് സംഖ്യയും കൂട്ടുമ്പോൾ സാധാരണ എന്നിട്ട് പോസിറ്റീവ് ചിഹ്നം ഇടുക. മനസ്സിലായ? ഇതാണ് 3ാമത്തെ നിയമം. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? പോസിറ്റീവ് നെഗറ്റീവ് കൂട്ടുകയാണെങ്കിൽ വലുതിനെ ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടുക. പോസിറ്റീവ് സംഖ്യയും കൂട്ടുകയാണെങ്കിൽ സാധാരണ പോലെ കൂട്ടി പോസിറ്റീവ് ഇടുക. ഇതാണ് 3ാമത്തെ സങ്കലനത്തിൻ്റെ നിയമം. അപ്പോൾ 3 സങ്കലന നിയമം 3 അത് നമ്മൾ 3ഉം പഠിച്ചു കഴിഞ്ഞു. എത്ര മിനിറ്റായി? അപ്പോൾ സങ്കലനത്തിൻ്റെ 3 നിയമങ്ങൾ, അതായത് ഇതിന് ചുരുക്കിയിട്ട് നമുക്ക് ഓർക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 2 കാര്യം നമ്മൾ ഓർത്താൽ മതി. ഒരേ ചിഹ്നമാണെങ്കിൽ സാധാരണ പോലെ കൂട്ടി ആ ചിഹ്നം ഇടുക. വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ എന്ത് ചെയ്യുക? വ്യത്യാസം കണ്ട് വലുതിൻ്റെ ചിഹ്നം ഇടുക. എന്താ ചെയ്യുക? വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ വ്യത്യാസം കണ്ട് വലുതിൻ്റെ ചിഹ്നം ഇടുക. ഒരേ ചിഹ്നമാണെങ്കിൽ സാധാരണ പോലെ കൂട്ടി അതിലുള്ള ചിഹ്നം ഏതാണെന്ന് ചെയ്തത്. മനസ്സിലായ? ഇത്രയും സിമ്പിളായിട്ട് ഓർത്തിരുന്നാൽ ഇതാണ് ഏറ്റവും ലളിതമായിട്ട് ഓർമ്മ വയ്ക്കാനുള്ള കാര്യം. ഇനി കുറയ്ക്കുന്നത് എങ്ങനെയാണ്? വ്യവകലനത്തിൻ്റെ കാര്യങ്ങൾ നമുക്കിനി പഠിക്കാം. എന്താണ്? വ്യവകലനത്തിൻ്റെ കാര്യങ്ങൾ പഠിക്കാം, അഥവാ സബ്ട്രാക്ഷൻ. എന്താ പറയുക? സബ്ട്രാക്ഷൻ്റെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സബ്ട്രാക്ഷൻ്റെ നിയമങ്ങൾ എന്താ പഠിക്കുക? നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യവകലനം. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈ വാക്ക്? സബ്ട്രാക്ഷൻ അല്ലേ? ഇതല്ലേ അതിൻ്റെ സ്പെല്ലിങ്? അങ്ങനെ എഴുതുമ്പോൾ തെറ്റിപ്പോകും. സബ്ട്രാക്ഷൻ. ഈ സബ്ട്രാക്ഷൻ അഥവാ വ്യവകലനത്തിൻ്റെ നിയമങ്ങളാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാക്കി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുതിരയെ കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുകയാണ് ചെയ്യുന്നത്, കൂട്ടുകയാണ് വേണ്ടത്. അതേസമയം അഴിച്ചെടുക്കുക, എടുത്തു മാറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ അവിടെ കുതിരകളെ ഒന്നാമത്തെ നിയമം എന്താണെന്ന് നോക്കാം. പോസിറ്റീവ് കുതിരകളാണ് അവിടെ ഉള്ളത് അല്ലേ? ഇപ്പം നിങ്ങൾ കാണുക 5 കുതിരകളെ നിങ്ങൾക്ക് അവിടെ കാണാം അല്ലേ? ഈ കാട്ട് വലിക്കാൻ 5 കുതിരകളെ കെട്ടിയിട്ടുണ്ട്. ആ 5 കുതിരകളെ കെട്ടുകയാണെങ്കിൽ 5 കുതിര ശക്തിയിൽ വലത്തോട്ടാണ് നീങ്ങുക. അത് കണ്ട് നമുക്ക് പറയാം പോസിറ്റീവ് 5 കുതിരകളാണെന്ന് പറയും. ഇപ്പോൾ അവിടെയുള്ള എന്താണ്? പോസിറ്റീവ് 5 കുതിരകളാണ് അവിടെ ഉള്ളത്. ഇനി നമ്മൾ അതിൽ നിന്ന് ഞാൻ അഴിച്ചു മാറ്റുകയാണ് 2 കുതിരകളെ എന്ന് വയ്ക്കുക. എന്താണ്? ഇതൊക്കെ 2 കുതിരകളെ ഞാൻ അഴിച്ചു കൊണ്ടുപോയി.
അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ അഴിച്ചു മാറ്റുമ്പോൾ കുറേ ആയതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മൾ പോസിറ്റീവ് 5 കുതിര ഉണ്ടായിരുന്നു അല്ലേ? അതിൽ നിന്ന് പോസിറ്റീവ് 2 കുതിരകളെ അപ്പോൾ നോക്കുക. അപ്പോൾ എത്ര കുതിരയുണ്ടോ കുറയും അല്ലേ? 5 കുതിരന്ന് 2 ബാക്കി എത്ര കുതിര കാണാനുണ്ട് അവിടെ? എത്ര കുതിര കാണാനുണ്ട്? 3 കുതിര അല്ലേ? ആ ഒരു വലിയ പോസിറ്റീവ് സംഖ്യയിൽ നിന്ന് ഒരു ചെറിയ പോസിറ്റീവ് സംഖ്യ കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സാധാരണ പോലെ കുറച്ച് എന്ത് ചെയ്യുന്ന ഇടുക? ഇങ്ങോട്ടാണ് കുതിര ശക്തി ഉണ്ടാവുക? പോസിറ്റീവ് സൈഡിലേക്കാണ് ഉണ്ടാവുക. എന്താണ്? ശ്രദ്ധിക്കൂടെ? അതൊക്കെ പൊക്കോട്ടെ, അന്ന് സാരില്ല. പോസിറ്റീവ് കുതിരയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിന് എന്താ നിയമം ഉണ്ടാക്കുക? ഒരു വലിയ പോസിറ്റീവ് സംഖ്യയിൽ നിന്ന് ഒരു വലിയ പോസിറ്റീവ് സംഖ്യയിൽ നിന്ന് ഒരു ചെറിയ പോസിറ്റീവ് സംഖ്യ കുറയ്ക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? കുറയ്ക്കുന്നതിന് എന്താ ചെയ്യേണ്ടത്? വ്യത്യാസം കാണുക അല്ലേ? വ്യത്യാസം കണ്ട് എന്ത് ചിഹ്നം ഇട്ടാൽ മതി? പോസിറ്റീവ് ചിഹ്നം ഇട്ടാൽ മതി. ഇട്ടാൽ മതി. അപ്പോൾ ഒരു വലിയ പോസിറ്റീവ് സംഖ്യയിൽ നിന്ന് ഒരു ചെറിയ പോസിറ്റീവ് സംഖ്യ കുറയ്ക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? സാധാരണ പോലെ നമ്മൾ വ്യത്യാസം കാണുക, എന്നിട്ട് പോസിറ്റീവ് ചിഹ്നം ഇട്ടാൽ മതി. അടുത്തതായിട്ട് ഇട്ടാൽ മതി. ഇനി നമുക്ക് ഇതുപോലെ ചെറിയ നെഗറ്റീവ് സംഖ്യയിൽ നിന്ന് വലിയ നെഗറ്റീവ് സംഖ്യയിൽ നിന്ന് ചെറിയ നെഗറ്റീവ് സംഖ്യ കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെ ഒരു വലിയ നെഗറ്റീവ് സംഖ്യയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 3, 4, 5 ഒരു പ്രത്യേക കളർ കുതിര നല്ല സീറ്റിംഗ് ഉണ്ട്. ആ ബ്രൗൺ നിറത്തിലുള്ളതാണ് ഇത്തിരി ആഷ് നിറത്തിൽ. ഇപ്പം എത്രയാണ് ഇതിൽ? 4, 5 കുതിരകൾ അല്ലെങ്കിൽ 6 കുതിര നിൽക്കുന്നതായിരിക്കും. ഇപ്പം എത്ര കുതിരയുള്ളത്? 6 കുതിരയുണ്ട് അല്ലേ? 6 കുതിരയുണ്ട് ഇല്ലേ? 6 കുതിരകൾ ഉള്ള സമയത്ത് അപ്പോൾ ഏത് ദിശയിലാണ് കുതിരകൾ നിങ്ങൾക്ക് പറയാൻ കിട്ടുമോ? കുതിരകൾ ഏത് ദിശയിലാണെന്ന് പറയാൻ കിട്ടുമോ നിങ്ങൾക്ക്? അല്ല, ഇപ്പം എത്ര കുതിരകളാ അവിടെ കാണുന്നത്? നെഗറ്റീവ് 6 കുതിരകളെ നിങ്ങൾക്കിപ്പോൾ അവിടെ കാണാം അല്ലേ? അതിൽ നിന്ന് ഞാൻ നെഗറ്റീവ് കുതിരകൾ 3 കുതിരകളെ എടുത്തു മാറ്റുന്നു. എന്താ ചെയ്യുന്നത്? നെഗറ്റീവ് 3 കുതിരകളെ എടുത്തു മാറ്റും. എത്ര കുതിരകളെ എടുത്തു മാറ്റുന്നത്? നെഗറ്റീവ് 3 കുതിരകളെ എടുത്തു മാറ്റുന്നു, അഴിച്ചു കൊണ്ടുപോകും. അപ്പോൾ എന്താ ചെയ്യും? നെഗറ്റീവ് 3 കുതിരകൾ കുറയും. അപ്പോൾ അത് ബാക്കിൽ കാണാൻ കുറയ്ക്കുക വേണ്ടത് അല്ലേ? അപ്പോൾ എടുത്തു മാറ്റുമ്പോൾ കുറയ്ക്കുകയാണ് വേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ എത്രയാണ് ഇതിന് ഉത്തരം വരിക? 6 കുതിര, നെഗറ്റീവ് 6 കുതിര ഉണ്ടായിരുന്നു. നെഗറ്റീവ് 3 കുതിര അഴിച്ചു മാറ്റിപ്പോൾ അവിടെ എത്ര കാണാം? നെഗറ്റീവ് 3. അപ്പോൾ നെഗറ്റീവിൽ നിന്ന് ഒരു വലിയ നെഗറ്റീവ് സംഖ്യയാണ് 6, ചെറിയ സംഖ്യയാണ് 3. അത് വലിയ നെഗറ്റീവ് സംഖ്യയിൽ നിന്ന് ചെറിയ നെഗറ്റീവ് സംഖ്യ കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് നിയമം ഉണ്ടാക്കാം? ഒരു വലിയ നെഗറ്റീവ് സംഖ്യയിൽ നിന്ന് ഒരു ചെറിയ നെഗറ്റീവ് സംഖ്യ കുറയ്ക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ഉത്തരം വരിക സാധാരണ പോലെ കുറച്ച് നെഗറ്റീവ് ചിഹ്നം
ഇട്ടാൽ മതി. ഇന്ന് മനസ്സിലായല്ലോ. അപ്പോൾ രണ്ടാമത്തെ നിയമം നമുക്ക് മനസ്സിലായി അല്ലേ. ഇതിൻ്റെ അടുത്തത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇപ്പം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു കാര്യം നിങ്ങൾ എടുക്കണമെങ്കിൽ അവിടെ ആദ്യം ഉണ്ടാവണം, വേണ്ടേ? ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും കുതിരനെ കാണാണ്ട് ഒരു ടേബിളിൽ നിന്ന് ഇല്ല. നിങ്ങളോട് ഞാൻ പറയണ 2 കുതിരനെ അവിടെ എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞെടുക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എടുക്കണമെങ്കിൽ ഉണ്ടാവണം. എന്താണ്? ഉണ്ടാവണം. ഇല്ലാത്ത സാധനം എടുക്കാൻ പറ്റില്ല അല്ലേ. നിങ്ങളുടെ കയ്യിൽ എനിക്കൊരു 500 ഉറുപ്പ്യ വേണം, അത് ഞാൻ നിർബന്ധിക്കണം, തായോ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തരാൻ പറ്റുമോ? എൻ്റെ കയ്യിൽ ഇല്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തരാൻ പറ്റുമോ? അപ്പോൾ ഉണ്ടെങ്കിലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അതൊരു പരമാർത്ഥം. ആ ഒരു തത്വം നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഇനി ഇപ്പോൾ വലതുഭാഗത്ത് കുറച്ച് കുതിരകളുണ്ട് കേട്ടോ. എത്ര കുതിരകളാണുള്ളത്? വലതുഭാഗത്ത് കുറച്ച് കുതിരകൾ ഞാൻ കെട്ടുകയാണ്. ഇപ്പം എത്ര കുതിരയായി? 3 കുതിരയായി. ഇനി ഞാൻ അവിടെ ഇപ്പം എത്ര കുതിരയായി? 4. ഇത് തട്ടിയിട്ട് വീണതാ, കുഴപ്പമില്ല, അതിന് സീറ്റിംഗ് ഉണ്ട്. പിന്നെ ഇതിനത്ര നിരപ്പ് ശരിയില്ല. ഇപ്പം 5 കുതിരയുണ്ട് അല്ലേ. 5 കുതിരകൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഞാൻ 2 കുതിരേനെ അടുത്ത ഭാഗത്ത് കെട്ടിയാൽ ഈ എത്ര കുതിരശക്തി കാട്ടുമേൽ അനുഭവപ്പെടും? 3 കുതിരശക്തി അല്ലേ. നമുക്കറിയാലോ, കാരണം വ്യത്യാസം കണ്ട് വലുതിന് തന്നെയാണ്. ഇപ്പോൾ നിലവിലുള്ള കുതിരശക്തി എത്രയാന്ന് ചോദിക്കുക. ഇപ്പം നിലവിലുള്ള എന്താണ് ഞാൻ ചോദിക്കുന്നത്? നിലവിലുള്ള കുതിരശക്തി, കാട്ടിൽ നിലവിലുള്ള കുതിരശക്തി എത്രയാ? +3. തെറ്റ്. ഇത് സംശയം ഉണ്ടോ? ഇല്ലല്ലോ. നിലവിലെ കുതിരശക്തി നോക്ക് നിങ്ങൾ. 5 എണ്ണം വലതു ഭാഗത്ത്, ഇടതു ഭാഗത്ത് 2 എണ്ണാകുമ്പോൾ എത്രയാ? +3ന്റെ ഫലമാണ് ഉണ്ടാവുക. ഈ കാട്ടിൽ നമ്മൾ ഒരു എന്തെങ്കിലും മാവിനി വെക്കുകയാണെങ്കിൽ അതിൽ അനുഭവപ്പെടുന്ന ബലം എത്രയായിരിക്കും? 3 ഇതുണ്ട് അല്ലേ. അപ്പം +3ൽ നിന്ന് ഇനി എനിക്ക് വേണമെങ്കിൽ 2 കുതിരനെ എടുക്കുക അവിടുന്ന് അല്ലേ. അപ്പം നിങ്ങൾ -2 ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ 3ന് എടുക്കാന്ന് പറഞ്ഞാൽ 3 പോസിറ്റീവിൽ എടുക്കാന്ന് വെച്ചാൽ ഇതിന് എടുക്കാൻ പറ്റില്ല. എങ്ങനെ എടുക്കുക? അത് അതിനുണ്ടാവണം. അപ്പം +3 ആണ് എന്ന് വെച്ച് അതിൻ്റെ അർത്ഥം ചിലപ്പോൾ 5 കുതിര 2 കുതിര ഇപ്പുറത്തും വെച്ചിട്ടാവാം അല്ലേ. ഫലത്തിൽ എത്രയാണ് ഉള്ളത്? ടോട്ടൽ ഉള്ളത് ടോട്ടൽ അല്ല, ഞാൻ ചോദിക്കുന്നതാണ്, ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതിൽ ഈ വണ്ടിയും അനുഭവപ്പെടുന്ന ബലം എത്രയാ? 7 ഫോഴ്സ്, 2 ഡയറക്ഷനല്ലേ. അപ്പം എത്ര അനുഭവപ്പെടും? ഇവിടെ 2, 4, 5 കുതിര വലത്തു ഭാഗത്തേക്കുണ്ട്, 2 കുതിര. അത് ശരിയാ. ഇപ്പം എടുക്കും മുമ്പ് എത്രയുള്ളത്? 3 അല്ലേ. അപ്പം അതിന് 2 ഞാൻ എടുക്കുകയാണ് അല്ലേ. -2 കുതിരകളെ എടുത്തു മാറ്റി അല്ലേ. ഇപ്പോൾ എന്തുണ്ടാവും? ഓരോന്നിനും എടുക്കുമ്പോഴും വലതു ഭാഗത്തേക്ക് ഇടതു ഭാഗത്തില്ലേ. അപ്പം എത്രയാവും? അപ്പം +3ൽ നിന്ന് -2 കുറയ്ക്കുമ്പോൾ എത്രയാണ് വരുന്നത്? +5 വരുന്നത് അല്ലേ. +5 ആ +3 ശക്തി അനുഭവപ്പെടുന്ന സമയത്ത് ഇടതു ഭാഗത്ത് നിന്ന് -2 കുതിരനെ എടുക്കുകയാണെങ്കിൽ വലതു ഭാഗത്ത് ശക്തി കൂടില്ലേ. അപ്പോൾ എത്രയാവും? +5 അപ്പോൾ പോസിറ്റീവ് നിന്ന് ഒരു നെഗറ്റീവ് കുറയ്ക്കുമ്പോൾ ഉത്തരം എത്രയായി വരും? പോസിറ്റീവ്. അപ്പോൾ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവ് കുറയ്ക്കുമ്പോൾ പോസിറ്റീവ് ഇതിൽ കൂടുക ചെയ്യുക അല്ലേ. -നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എത്രയാ? 3 പ്ലസ് പോസിറ്റീവിന് തുല്യമാണ് അല്ലേ. നമുക്ക് ഇവിടെ നോക്കുക, 3 കുതിര ഇവിടെ നിൽക്കുന്നുണ്ട് അല്ലേ. ഇവിടെ എത്ര കുതിരയുണ്ട്? ഇപ്പോൾ 3 കുതിര. ഇത് 2 കുതിരനെ കൂടി കെട്ടി 5 കുതിര ശക്തി വലത്തോട്ടായില്ലേ.
ആ വലത്തോട്ട് 3 കുതിരശക്തി ഉള്ള സമയത്ത് വലത്തോട്ട് 2 കുതിരനെ കെട്ടുകയാണെങ്കിൽ 5 വരും അല്ലേ? അപ്പോൾ +3ൻ്റെ കൂടെ +2 കൂട്ടിയതിന് തുല്യമാണ് എന്ത്? +3 നിന്ന് നെഗറ്റീവ് എടുക്കുന്നത് അല്ലേ? നെഗറ്റീവ് കുറയ്ക്കുന്നത് പോസിറ്റീവ് കൂട്ടുന്നതും തുല്യമാണ്. ഓരോരുത്തരും വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് എന്തുണ്ടാവാം? ഒരു കണക്ക് കണ്ടുപിടിക്കാം. എന്തുണ്ടാവും? നെഗറ്റീവ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് കൂട്ട് തുല്യമാണ്. അത് ഒക്കെ ഒരു നെഗറ്റീവ് സംഖ്യ കുറയ്ക്കുന്നത് എന്തിന് തുല്യമാണ്? പോസിറ്റീവ് സംഖ്യ കൂട്ടുന്നതിന് തുല്യമാണ്. മനസ്സിലായോ? അപ്പം നെഗറ്റീവ് കുറയ്ക്കാൻ പറഞ്ഞാൽ പോസിറ്റീവ് കൂട്ടിയാൽ മതി. വെരി ഇമ്പോർട്ടൻ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? വളരെയധികം അപ്ലിക്കേഷനിലാണ് നമ്മൾ ആൾജിബ്രയിലാണ് കൂടുതൽ അപ്ലിക്കേഷൻ വരിക. അവിടെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് വളരെയധികം അപ്ലിക്കേഷൻ വരും. ഉദാഹരണം എക്സ് മൈനസ് നെഗറ്റീവ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉത്തരം? എക്സിൻ്റെ കൂടെ നെഗറ്റീവ് വൈ കുറയ്ക്കാൻ പറഞ്ഞാൽ കൂട്ടിയാൽ മതി. എക്സ് വൈ കൂട്ടിയാൽ മതി. ഇത് വരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. പോസിറ്റീവ് മനസ്സിലായോ? ഇത് പോസിറ്റീവ്. ഒന്ന് എഴുതിയില്ലെങ്കിൽ പോസിറ്റീവ് എടുക്കണം. ഒന്ന് സംഖ്യയ്ക്ക് മുമ്പിൽ ഒന്ന് എഴുതിയില്ലെങ്കിൽ പോസിറ്റീവ് എടുക്കണം. അപ്പം നമ്മൾ നെഗറ്റീവ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് കൂട്ടുക, മൈനസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പ്ലസ് പോസിറ്റീവ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി, ഈ വ്യവകലനത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട നയങ്ങൾ കുറച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ഇത് ഏറ്റവും അവസാനം പഠിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നിങ്ങൾ നല്ലവണ്ണം മനസ്സിൽ ഉറപ്പിക്കണം. ഇതാണ് ഒത്തിരി കൺഫ്യൂഷൻ വരുന്ന കുട്ടികൾക്ക്. അത് നമ്മൾ കുറേ കണക്ക് ചെയ്തിട്ട് അത് ഉറപ്പിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്വയം തന്നെ ഇതുപോലെ കുറേ കണക്കുകളിട്ട് ഉറപ്പിക്കുക. അതിൽ അമാന്തം കാണിക്കരുത്. നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് തോന്നും ഇതൊക്കെ സിമ്പിളായിട്ട് തോന്നും, പക്ഷെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കൺഫ്യൂഷനാവും. അതുകൊണ്ട് നിങ്ങളത് നന്നായി പഠിക്കണമെന്ന് ഞാൻ പറയുകയാണ്. നമുക്ക് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഇനി ഒരുമിച്ചെടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നമുക്ക് തുടർന്ന് ഈ പോസിറ്റീവ് സംഖ്യകളെ കുറിച്ച് പഠിക്കാം. അതുവരേക്കും നമുക്ക് വിടാം. നന്ദി, നമസ്കാരം, ബൈ.